നമ്മൾ പോകുന്ന വഴിക്ക് അടിപൊളി ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലമാട്ടോ ഇത്. നമ്മൾ ഇവിടെ നിർത്തി ഒരു ഒരു രക്ഷയില്ല ഗൈസ്. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു കാഴ്ച. ഗൈസ് നമ്മളിന്ന് ചെറിയൊരു യാത്ര പോവുക. വൈകുന്നേരം മഴയൊക്കെ പെയ്തപ്പം ചുമ്മാ അതൊന്ന് ചുരം കയറി വരാമെന്ന് വിചാരിച്ചു. വയനാട് ചുരം. അപ്പോൾ മഴയൊക്കെ പെയ്തതല്ലേ, കോട ഉണ്ടാവുമോ, എന്നാണ് സ്ഥിതിഗതി എന്നൊക്കെ അറിയാലോ. അപ്പോൾ ഒന്ന് തണുപ്പൊക്കെ കൊണ്ടേ ഉഷാറാക്കിയിട്ട് വരാം. ഇവിടുന്ന് കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അങ്ങോട്ട് പോകാൻ. വയനാട് ചുരത്തിലേക്ക് എൻ്റെ വീടിൻ്റെ അടുത്ത് നിന്ന് കുറഞ്ഞ ദൂരമേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോയി നോക്കാം എന്താണ് അവിടുത്തെ അവസ്ഥകൾ എന്താണെന്നുള്ളതൊക്കെ നമുക്ക് അറിയാം. ഗിയർസ് ഇട്ടതൊന്നും നോക്കണ്ട, ലോങ്ങൊന്നും പോവല്ല. എന്നാലും മഴക്കല്ലേ, എവിടെ സ്ലിപ്പായി വീണാലോ, സേഫ്റ്റി ഫാസ്റ്റ്. പിന്നെ അഥവാ മഴ പെയ്താൽ മഴ കൊള്ളുകയും ചെയ്യണ്ട, രണ്ടും ആവുമല്ലോ. അപ്പോൾ ഒന്ന് പോയി നോക്കല്ലേ. പോകുന്ന വഴിക്ക് നമ്മൾ കണ്ടൊരു കാഴ്ച. നിറഞ്ഞു ഒഴുകുന്നുണ്ട്. പൂനൂർ പുഴയാണ്. ഫുള്ളായിട്ട് നല്ല വെള്ളമുണ്ട്. ഇന്ന് പെയ്തതുപോലെ, ഇന്ന് അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട്. ഇന്ന് പെയ്തതുപോലെ ഒരു മഴയും കൂടി പെയ്താൽ ഇവിടെയൊക്കെ റോഡുമേലേക്ക് വെള്ളം കയറും, അത്രയും വെള്ളമുണ്ട്. പിന്നെ ഒരുപാട് തേങ്ങ ഒഴുകി പോകുന്നുണ്ട്. നല്ലോണം കുറേ തേങ്ങ ഉണ്ട്. എവിടെയെങ്കിലും സൈഡിൽ നിന്ന് ഒരു വല പിടിച്ചാൽ നല്ല പൈസ ഉണ്ടാക്കാം. പൂനൂർ പോയാ നമ്മൾ പോകുന്ന വഴിക്ക് അടിപൊളി ഒരു വ്യൂ ഉള്ള ഒരു സ്ഥലമാട്ടോ ഇത്. നമ്മൾ ഇവിടെ നിർത്തി ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ്. അടിപൊളിയാണ്. ഇപ്പോൾ ഫുള്ള് മഴ പെയ്തിട്ട് മൊത്തത്തിൽ പച്ചപ്പ് നിറഞ്ഞിട്ടുണ്ട്. അടിപൊളിയാണ്. ആദ്യമൊക്കെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ നോക്കിയാൽ, ആ കാണുന്ന ഭാഗത്തു നിന്നൊക്കെ നോക്കിയാൽ അങ്ങോട്ട് വ്യൂ നല്ല ഭംഗിയിൽ കാണാനും. പക്ഷെ ഇപ്പൊ അവിടെയൊക്കെ മഴ പെയ്തതുകൊണ്ട് ഫുള്ള് പച്ചപ്പ് നിറഞ്ഞ് ഇപ്പൊ ഈ ഒരു ചെറിയൊരു കുറഞ്ഞൊരു ഗ്യാപ്പ് മാത്രമേ ഇവിടെ പിന്നെ ഒരു ഒഴിഞ്ഞു കിടക്കുന്നുള്ളൂ. ബാക്കി ഫുള്ള് മരങ്ങൾ വന്ന് പച്ചപ്പ് നിറഞ്ഞു പോയി. അടിപൊളി ഒരു വ്യൂ. മുകളിൽ ആകാശം, ആ മല ഇങ്ങനെ ആകാശം മുട്ടി നിൽക്കുന്ന പോലെ നല്ലൊരു ഫീൽ ഉണ്ട് കേട്ടോ ഇവിടെ നിൽക്കാൻ. നല്ല തണുപ്പുണ്ട് മഴ പെയ്തിട്ട്. ഇതിന്റെ ബാക്ക് ഭാഗം ഫുള്ള് മുകളിലോട്ട് ഫുള്ള് മലാണ്, റബ്ബർ തോട്ടവും കാര്യങ്ങളും ആയിട്ട്. ഇനി ഈ മുമ്പോട്ടുള്ള ഈ റോഡിന് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഫുള്ള് ഒരു കാട്ടിലൂടെ പോകുന്നൊരു ഫീലാണ്. കുറച്ച് ഒരു 1 കിലോമീറ്റർ നല്ല അടിപൊളി കാട്ടിലൂടെ പോകുന്നൊരു ഫീലാണ്. എന്തായാലും നമുക്ക് നേരെ ചുരത്തിലേക്ക് വിടാം. അവിടുത്തെ അവസ്ഥകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മളങ്ങനെ പിന്നെ കോഴിക്കോട് വയനാട് റോഡ് ഹൈവേയിൽ കയറിയിട്ടുണ്ടോ. നല്ല മഴ പെയ്യാൻ നല്ല ചാൻസ് ഉണ്ട്. നമ്മളിപ്പോൾ ഈങ്ങാപ്പുഴ എത്താനാവുന്നതേ ഉള്ളൂ.
നമ്മളങ്ങനെ ആ ചുരത്തിന്റെ മുകളിലെത്തി, ഏറ്റവും മുകളിൽ ടോപ്പിലുള്ളത്. അടിപൊളി വ്യൂ എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇരുടാവുന്ന ആ ടൈമിന് നല്ല വ്യൂ ആണ്, നല്ല മയക്കാറും ഉണ്ട്. എന്തായാലും നിങ്ങൾ കാണിച്ചു തരാം, വ്യൂ കാണിച്ചു തരാം. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു വ്യൂ. എന്താ ഭംഗി! ഇവിടെ വന്ന് ഈ ഒരു ടൈമിന് വന്ന് ആസ്വദിക്കാൻ ഭയങ്കര അടിപൊളിയാട്ടോ. നോളജ് സിറ്റി ഈ ഒരു ഭാഗത്തായിട്ട് വരും. ഇതാ ആ കാണുന്നതാണ് നോളജ് സിറ്റി. എന്തായാലും നല്ല ഭംഗിയുണ്ട്, നല്ല തണുപ്പുണ്ട്. എന്തായാലും അടിപൊളി ഫീലാണ്. മഴ പെയ്തെങ്ങാന് മൊത്തത്തിൽ പച്ചപ്പ് നിറഞ്ഞു കിടക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ ഒക്കെ ഫുള്ള് പച്ചപ്പ് കൊണ്ട് നിറഞ്ഞു കിടക്കുന്നുണ്ട്. ആ ഒരു ഭാഗത്തൊന്നും കാറ് നിർത്താൻ പറ്റില്ല. ഞാൻ അവിടെ ബൈക്ക് നിർത്തിയപ്പോൾ പോലീസ് അവിടെ നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ കുറച്ച് താഴോട്ട് നിർത്തിയതാ. ശരിക്കും അവിടെ നിന്ന് നല്ല വ്യൂ ആണ്. അവിടെ എന്തായാലും നിർത്താൻ കഴിഞ്ഞില്ല. അപ്പോൾ വയനാട് ചുരത്തിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നോളജ് സിറ്റി നിങ്ങൾ കണ്ടല്ലോ. ഇപ്പൊ എന്തായാലും നെക്സ്റ്റ് നല്ല നല്ല വീഡിയോസ് വരാനുണ്ട്. നമ്മൾ ഇടുക്കി മൂന്നാർ പോയ വീഡിയോസ് ഒക്കെ വരാനുണ്ട്. അപ്പൊ ഇതിപ്പോ വെറുതെ വീട്ടിലിരുന്നപ്പോ വൈകുന്നേരം ഒന്ന് വന്നതാണ്. അപ്പൊ നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പൊ എന്തായാലും നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.